ഹലോ ഗൈസേ, 14 കോടി വ്യൂസാണ് രേണുസുധിക്ക്. 14 കോടി വ്യൂസ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്രയെന്ന് നോക്കട്ടോ. 3.5 കോടിയോ 3.25 കോടിയോ എന്താണ് മൊത്തം ജനസംഖ്യ. 14 കോടി വ്യൂസ് രേണുസുധിക്ക്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കക്കൂസിലിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെയാണ് പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ ഇരുന്ന് ചെയ്താലും എങ്ങനെ ചെയ്താലും എന്നാ നമ്മൾ പറയണ പോയിന്റിലാണുള്ള കാര്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നൊരു സംഭവം, സണ്ണി ലിയോണിന് ഉള്ള വ്യൂസിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സണ്ണി ലിയോണിനുള്ള ഒരു ഫാൻ ബേസിനേക്കാൾ കൂടുതൽ രേണുസുധിക്ക് ഫാൻ ബേസ് ഉണ്ടായി വരുന്നുണ്ട് എന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു കഴിച്ചത്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു സാധനമാണ്, എടോ ഒരു സംഭവം അറിയും, രേണുസുധി സണ്ണി ലിയോണിനെ വരെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നൊരു സംഭവം. അപ്പോൾ അപ്പുറത്ത് വേറൊരു സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, എടാ സണ്ണി ലിയോൺ രേണുസുധീനെ ആയിരിക്കും വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കുക. അതായത് സണ്ണി ലിയോണിൻ്റെ കട്ടയ്ക്ക് കൂടെ പിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണല്ലോ രേണുസുധി. അപ്പോൾ ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആർക്കാണ് കൂടുതൽ ഫാൻ ബേസ് ഇതൊക്കെ. എന്തായാലും സണ്ണി ലിയോണിനെ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഫാൻ ബേസിൽ രേണുസുധി അടിക്കും എന്നുള്ള സാധനം. എന്തായാലും സബ്സ്ക്രിപ്ഷൻ, ഇത് വെറുതെ ഫണ്ണായിട്ട് ഓരോരുത്തർ പറയുന്ന ഓരോ കാര്യങ്ങളാണ് കേസ്. ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിൽ രേണുസുധിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം കേസ്. ഒരു മാസം കൊണ്ട് 30 ദിവസം 30 ദിവസം കൊണ്ട് 14 കോടി വ്യൂസാണ് രേണുസുധിക്ക് കിട്ടിയിട്ടുള്ളത് കേസ്. നമ്മളൊരു കാര്യം അറിയിക്കട്ടെ, പേർപ്പിൾ ഹൽസിയോൺ, അശ്വിനി, അവരുടെ പേരതല്ലേ, അവർക്കാണ് സബ്സ്ക്രിപ്ഷൻ വഴി ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഇൻകം ഉണ്ടാക്കുന്നു. 69 ലക്ഷമാണ് ഒരു മാസം അവർ ഉണ്ടാക്കുന്നത്, 70 ലക്ഷം അങ്ങനെ റൗണ്ട് ചെയ്യാം. അപ്പോൾ അവിടെ രേണുസുധി അധികം വൈകാണ്ട് ഇതൊക്കെ വെട്ടിക്കും എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. രേണുസുധിക്ക് നല്ല രീതിയിൽ ഹേറ്റേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ടേഴ്സും ഉണ്ട്. അത് പൊതുവെ എന്താ വെച്ചാൽ ഒരുപാട് കോൺട്രവേഴ്സിയിലൊക്കെ പെട്ടുള്ള വ്യക്തിയാണല്ലോ. എന്തായാലും രേണുസുധി എന്ന് പറയുന്ന വ്യക്തി, അവർ ഇടുന്ന ഒരു പോസ്റ്റ്, അവരൊരു സ്റ്റോറിയൊക്കെ, അവരൊരു റീല് ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് കേസ്. അത് കാണാനും കേൾക്കാനും ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടും. അവർ രേണുസുധി ഒരു മാസം എക്സ്ക്ലൂസീവ് കണ്ടൻസ് വഴി തന്നെ ഒരു പരപ്പ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല, അല്ല ഇപ്പോഴും തിരിഞ്ഞു നോക്കേണ്ട ഒരു അവസ്ഥയല്ല, ഇനി തീരെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കില്ല ഗൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നുണ്ടായിരിക്കുക. അപ്പോൾ രേണുസുധി ഇപ്പോൾ മൊത്തത്തിൽ ഒരുപാട് ഫാൻസൊക്കെ ഉള്ള ഒരാൾ ആയിട്ട് മാറി. ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണുസുധിയുടെ ലൈഫിൻ്റെ രീതി തന്നെ മാറി കേസ്. രേണുസുധീനെ എയർപോർട്ടിൽ ആളുകൾ രേണുസുധിയെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ, അതിനൊക്കെ മറുപടി കൊടുക്കുന്ന ഒരു രീതി, ഒരു ശൈലി ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും. രേണുസുധി വളരെ മിതത്വം പാലിച്ചിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. മുമ്പത്തെ പോലെ ആ പൊട്ടി തെറിച്ചുകൊണ്ടുള്ള സാധനമൊക്കെ പോകായിരുന്നു കേസ്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി അടിപൊളിയാവുന്ന സമയത്ത്, ഒരുപാട് ഫാൻസൊക്കെ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരുപാട് പ്രൊമോഷൻസ് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് ദുബായിൽ ഇവിടെയൊക്കെ. അപ്പോൾ അവിടെയുള്ള ഒരു കൾച്ചറും അവിടെയുള്ള ആളുകളോട്, പലതരത്തിലുള്ള ആളുകളായിട്ട്, ഇങ്ങനെയുള്ള ലോക്കൽ ഒലക്കേമല നെഗറ്റീവ് ബോഡികളല്ലല്ലോ, അങ്ങനെ വലിയ ആളുകളൊക്കെ ആയിട്ട് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആളുകൾ, പല തരത്തിൽ ജീവിത രീതിയിലുള്ള ആളുകളടുത്തൊക്കെ ഇടപഴകിയിട്ട് സംസാരിച്ചതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, ഇടപഴകി പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കരുത്, ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടും ഒക്കെയുള്ള ഒരു ഇതിൻ്റെ വ്യത്യാസം അവരിൽ കാണാനുണ്ട് കേസ്. ആ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും രേണുസുധിക്ക് 14 കോടി വ്യൂസാണ് ഉള്ളത്. 14 കോടി പറഞ്ഞാൽ എത്ര മില്യനല്ലേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേസ്. എന്തായാലും രേണുസുധിക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടും. രേണുസുധിക്ക് പർപ്പിൾ ഹാൽസിയൻ ഒരു മാസം 69 ലക്ഷം കിട്ടുകയാണെങ്കിൽ അതിനൊക്കെ ബീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ച് പറഞ്ഞ പോലെ അത് അധികം വൈകാണ്ട് ആ ഒരു ഇതിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, രേണുസുധി പേര് മാറ്റിയിട്ടുണ്ട് കേസ്. ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ ആക്കിയിട്ടുണ്ട്. ഒരുപാട് പേര്, നീ രേഷ്മ പി തങ്കച്ചനല്ലോടി, രേണുസുധി എന്നുള്ള പേര് എന്തിനാടി, കൊല്ലം സുധിയുടെ പേരും വെച്ചിട്ട് നിനക്ക് ഫേമസ് ആവാനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടീംസ് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ നമ്മളെ അയൽക്കൂട്ടം എന്ന് പറയുന്നത് അവരെ മോശമാക്കി പറയണ പോലെ ആവില്ല. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചില്ല. നമ്മൾ പൊതുവേ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ശൈലി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പരദൂഷണ അമ്മായിമാർക്കും ആണ് പൊതുവെ ഈ പ്രശ്നമുള്ളത്. അമ്മാവന്മാർക്കല്ല, അമ്മായിമാർക്ക്. നീ രേഷ്മ പി തങ്കച്ചനല്ലടി ഒക്കെ, ഇതൊക്കെ ഇത്ര അസൂയാണ് കേസ്. ഇവർ സ്വയം നന്നാവില്ല,
മറ്റുള്ളവരെ നന്നാവാൻ സമ്മതിക്കില്ല. ഒരാളുടെ എന്തെങ്കിലും ഗ്രോത്ത് സംഭവിക്കണമെങ്കിൽ അത് ഇവർ അംഗീകരിക്കില്ല. അതാണ് സംഭവം. ആരും സ്മൂത്തായിട്ട് ലൈഫിലൊന്നും ആയിട്ടില്ല കേസ്. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, രേണുസുദ്ധിക്ക് ലൈഫിൽ ഏറ്റവും പോയി കിടക്കുന്ന സമയത്ത് അവർ അതിൽ നിന്നൊക്കെ കയറി വന്ന് അതൊരു ഇൻസ്പിറേഷനാണ്. നമ്മൾ ലൈഫിൽ അടിപതറി പോകുന്ന സമയത്ത് രേണുസുധീനൊന്ന് ആലോചിച്ച് മതി കേസ്. തന്നെ നമുക്കൊരു ഊർജ്ജം ഇങ്ങനെ വരും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അവരുടേതായ ഹാർഡ് വർക്ക് കൊണ്ട് വളർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് രേണുസുധിയുടെ എന്താ പറയുക, കരിയറിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള കേസ് എനിക്ക് തോന്നണത്. ഇനി അവർക്ക് സിനിമകളിലും അതിലൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള, കൂടുതൽ അടിപൊളിയായിട്ടുള്ള കുറേ ഇതൊക്കെ വരുന്നുണ്ടായിരിക്കും. അത് ആലോചിച്ചൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ലെവലിലൊക്കെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ രേണുസുധി വരുന്ന ഒരവസ്ഥ ആലോചിച്ചൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ രേണുസുധിയുടെ കാര്യത്തിൽ ഏറ്റവും ബോൾഡായിട്ടുള്ള ഒരു പുതിയ സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, രേണുസുധിയിലത്തെ ഇലക്ഷനെ കുറിച്ച് വെക്കുന്ന സമയത്ത് രേണുസുധി പറയുന്നുണ്ട്, ഞാൻ LDF കാരിയാണ്, കമ്മ്യൂണിസ്റ്റ് കാരിയാണ്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഇങ്ങനെ ഫാൻ ബേസൊക്കെ ഉള്ള ആളുകൾ പൊളിറ്റിക്കലായ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയില്ല കേസ്. അവരോട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു മാറും, സൂചിപ്പിച്ച് അങ്ങനെ ഇങ്ങനെ. പക്ഷേ രേണുസുധി വളരെ ബോൾഡായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, അതല്ല അവിടെ വിഷയം. പക്ഷേ അവർ ആ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ്, അവർ ഏതിന് വോട്ട് ചെയ്യുന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള ആളുകൾ അവരുടെ ഒരു ഹേറ്റ്രഡ് കൂടി ഇനി വരുന്നുണ്ടായിരിക്കും അല്ലേ. പക്ഷേ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് രേണുസുധിയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്രയും ബോൾഡായിട്ടുള്ള ഒരു ലേഡിയായിട്ട് രേണുസുധി മാറിക്കഴിഞ്ഞു കേസ്, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി അവരുടെ ഒരു ബോൾഡ്നെസ്. പിന്നെ ഇവിടെ പലരും പറയുന്നുണ്ട് ഭാവിയിലെ സണ്ണി ലിയോണാണ് രേണു ചേച്ചി. ഫാൻ ബേസിൽ മാത്രമല്ല, അവർ ചിലപ്പോൾ ഇനി ആ ഒരു രീതിയിൽ യസ്മ പോലുള്ള ഇതിലൊക്കെ കാണുന്നുണ്ട്. സണ്ണി ലിയോൺ യസ്മയിൽ അഭിനയിച്ചു എന്നല്ല കേസ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള സീരീസിലൊക്കെ, വെബ് സീരീസിലൊക്കെ രേണുസുധിനെ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള രീതിയിലൊക്കെ മോഡൽ ആക്ടിങ്ങിലേക്ക് രേണുസുധി കിടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അത് പലരും പറയുന്ന ഒരു സംഭവമാണ് കേസ്. ഞാൻ കാര്യം പറയട്ടെ, അതിപ്പോൾ നാട്ടുകാർക്ക് എന്തോ പ്രശ്നം. അവർക്ക് ഇഷ്ടമുള്ളൊരു ജോലി, അവരെന്തോ ആയിക്കോട്ടെ, ഇഷ്ടമുള്ളൊരു ജോലി ചെയ്തിട്ട് കുടുംബം നോക്കുകയാണെങ്കിൽ അത് അടിപൊളിയില്ല കേസ്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എത്ര സ്ത്രീകൾ എന്താ പറയുക, ഞാൻ ഈ ഒരു ഇതല്ല പറയുന്നത്, അതിലൊരു പോയിൻ്റാണ് പറയുന്നത്. ബോൾഡ്നെസ് എന്ന് പറയുന്ന ഒരു പോയിന്റിനെ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എത്ര സ്ത്രീകൾ അവരെ സ്വപ്നങ്ങളൊക്കെ മാറ്റി നിർത്തി കെട്ടുവൻ്റെ തുപ്പ് കേട്ടിട്ട്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാണ്ട്, ഒന്നും ചെയ്യാനുള്ള ധൈര്യമില്ലാണ്ട് ലൈഫിൽ സ്റ്റക്കായിട്ട് ഞാൻ ജീവിക്കുന്ന ജീവിതം മുഴുവൻ. ഇവിടെ രേണുസുധി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രേണുസുധി ആ ഒരു ബാരിയേഴ്സിനെ മൊത്തം ബ്രേക്ക് ചെയ്തിട്ട് വളരെ ബോൾഡായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുണ്ടായിരുന്നു കേസ്? ഒന്ന് ആലോചിച്ചു, ആരുണ്ടായിരുന്നു? അവരുള്ള ഊർജ്ജത്തെ അവർ തന്നെ കണ്ടെത്തി എത്ര ഇമോഷണലായിട്ടുള്ള ഭീകരമായ ഇമോഷണൽ ടെർമോയിലൂടെ അവർ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കാം. അതിനൊക്കെ അതിജീവിച്ചിട്ടല്ലേ വന്നത്. അവരിപ്പോൾ ഇടപെടുന്ന രീതി തന്നെ മാറി. അതുമല്ല, രേണുസുധി വളരെ എക്സ്പെൻസീവായി കേസ്. രേണുസുധി വളരെ എക്സ്പെൻസീവായി. അവർ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം വളരെ എക്സ്പെൻസീവായി കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ രേണുസുധി ഇപ്പോൾ രേഷ്മ പി തങ്കച്ച് എന്നുള്ള പേരിലാണ് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കുക. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒരു മുഖത്തട്ടിപ്പോളുള്ളൊരു സാധനമാണ് കേസ് അതില്ലേ. കാരണം രേണുസുധീനെ രേഷ്മ പി തങ്കച്ചനെ വേണ്ടി നീ എന്നൊക്കെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി രേഷ്മ പി തങ്കച്ച് എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവിരിക്കുക. എന്തിനാ പേര് മാറ്റിയിട്ടുണ്ടാവുക? സംഭവത്തിലുള്ള കേസ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, കൊല്ലം സുധിയുടെ പേരിലല്ലേ നീ ഞങ്ങളാവാൻ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കൂടുതൽ വലിയൊരു സാധനം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു ടെക്നിക്കലായ ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് സബ്സ്ക്രിപ്ഷനൊക്കെ 30 എടുക്കണ്ടില്ല, അങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അവരുടെ ഫാൻസിന് വേണ്ടിയിട്ട്. അവരെ ഹേറ്റേഴ്സും ഇത് കാണും കേട്ടോ. വേറെ സംഭവം ഇപ്പോൾ കൈ കാണാനും കാല് കാണാനും നെയ്വലി കാണാനൊക്കെ വേണ്ടി കുറേ ആളുകൾ ഓരോരുത്തരെ ഫെറ്റിഷുകളുണ്ടല്ലോ, ഫെറ്റിഷ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സാധനം, അതൊക്കെ കാണാനും ഒക്കെ വേണ്ടി ഒരുപാട് ആളുകളുണ്ടായിരിക്കും കേസ്. അപ്പോൾ രേണുസുധിയുടെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും, രേണുസുധിയുടെ വർത്താനം ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും, രേണുസുധി ഇഷ്ടപ്പെടാത്തവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും ഇത് എന്ത് സംഭവിക്കണം അറിയാൻ വേണ്ടിയിട്ട്. കാരണം രേണുസുധി എന്ന് പറയുന്നത് വലിയൊരു കണ്ടൻറ്റാണ് ആളുകൾക്ക് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു സാധനം, അവിടെ ടെക്നിക്കലി ശരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിലോ ആധാർ കാർഡിലോ എന്താണ് പേരുള്ളത് അത് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. എന്നാലാണ് അത് സംഭവം വെരിഫൈഡ് ആവും. ബ്ലൂ ടിക്ക് കിട്ടണമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ബ്ലൂ ടിക്ക് കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോൾ രേണുസുധി എന്നുള്ള പേര് മാറ്റിയിട്ട് രേഷ്മ പി തങ്കച്ച് എന്നാക്കി. ഇതാണ് സംഭവം. ഇനി ഇതിൻ്റെ പേരിൽ എത്ര ആൾക്കാർ അവർ ട്രോൾ ഉണ്ട് എന്നാവോ, എന്തായിക്കോട്ടെ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ കേസ്, ഇവിടെ സണ്ണി ലിയോണിനെയൊക്കെ കുറ്റം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് രേണുസുധിനെയൊക്കെ കുറ്റം പറയുന്നത്. ഇവിടെ പേർപ്പിൾ ഹെൽസിയോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് രേണുസുധിനെ കുറ്റം പറയുന്നത്. ഇവിടെ
നിമിഷ ബിജോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് രേണുസുധീനെ കുറ്റം പറയുന്നത്. രേണുസുധീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേണുസുധീനെ തെറി വിളിച്ചാലും പ്രത്യേകിച്ച് അവരൊന്നും തിരിച്ചൊന്നും ചെയ്യൂല, പറയൂല എന്നുള്ള ഒരു ഒരു ധാരണ ആളുകളുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഒന്നും കേസിക്കാൻ ചെയ്യുന്നത്. പിന്നെ അവർ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, അത്ര സപ്പോർട്ട് ഫാമിലി എന്നല്ല, അവർക്ക് അങ്ങനെ ചോദിക്കാനും പറയാനും അവരൊരു ആങ്ങളെയോ അങ്ങനെ ആരും വരില്ല, തെറി വിളിക്കാൻ ആരും വരില്ല. അല്ലെങ്കിൽ അങ്ങനെ അതൊരു പാവം പിടിച്ച പെണ്ണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള കേസ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഇതൊക്കെ ചെയ്തു പോകുന്നത് കേസ്, ഇങ്ങനെ തെറി വിളിക്കണം, അവരെ ട്രോളുന്നത്, എയറിൽ കയറ്റുന്നതൊക്കെ എന്നാണ് എനിക്ക് തോന്നിയുള്ളത്. വളരെ റൂഡായിട്ടാണ് അതുലൊക്കെ വ്ലോഗ് ചെയ്യണം, മനു ബിംബന്മാരൊക്കെ എന്തോലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കണം. ശരിക്കും പരദൂഷണ അമ്മാവ് എന്നുള്ള രീതിയിലേക്ക് ഖൈസ് അടക്കമുള്ള ആളുകൾ, അതിൽ പിന്നെ പണ്ടേ നെഗറ്റീവ് പോളിയാണ്, അത് വേറെ കാര്യം. ഖൈസ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പരദൂഷണ അമ്മാവ് എന്നുള്ള ഒരു ലെവലിലേക്ക് തരന്നാണ് പോയതെന്നുള്ളതിലുള്ള ഒരു വിഷമം, അതൊരു അപകടകരമായ ട്രെൻഡാണ് കേസ് ഇത്, ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ കുറേ പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് രേണുസുധീനെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം യൂട്യൂബ് ചാനൽ തുടങ്ങിയമാതിരി. പിന്നെ ഞാൻ ഒരിക്കലും ഇത് കണ്ട് കേസ്, ഞാൻ അന്തം വിട്ടു. എല്ലാ ദിവസവും രാത്രി ലൈവ് വന്നിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂറിൻ്റെ ലൈവാണ് രേണുസുധി കണ്ടൻറ്റ്. രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, വളരെ ആക്റ്റീവായിട്ട് ഞാൻ സംസാരിക്കുന്നു. 1.5K ആളുകളൊക്കെയാണ് ലൈവിലുള്ളത്. ഞാൻ ചോദിച്ചു എന്ത് പിന്നെ കാണിക്കണത്, ഞാൻ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടല്ല പറയുന്നത്, എനിക്ക് അത്ഭുതമായിരുന്നു എന്ന് പറഞ്ഞ്. ഡെയിലി ലൈവ് രേണുസുധിയാണ് കണ്ടൻറ്റ്, ഇത്രയും ആളുകളാണ് ലൈവിൽ. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ ജീവിച്ചു പോകുന്നുണ്ട് കേസ്, ഇങ്ങനെ കുറേ ആളുകൾ ജീവിച്ചു പോകുന്നുണ്ട്, ഇങ്ങനെ കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം പറയട്ടെ കേസ്, ഇവിടെ ആളുകളുടെ വൊയൂറിസ്റ്റിക് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്ന ഒളിഞ്ഞു നോക്കാനുള്ള ഒരു പ്രവണത ഉണ്ടല്ലോ, വൊയൂറിസ്റ്റിക്. അതിപ്പം ഒരാളെ ഇഷ്ടപ്പെടാത്ത ആളുകളും അവരെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരിക്കും. ഇഷ്ടപ്പെടണവരും ഇഷ്ടപ്പെടാത്തവരും കഥ ഒളിഞ്ഞു നോക്കാതെ മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കണമെന്ന് അറിയാനുള്ള ഒരു സംഭവം. ചില ആളുകൾ ഒരു സെക്ഷൽ പെർവേർട്ട് ആ രീതിയിലേക്ക് ഉള്ള ആളുകൾ, ഫെറ്റിഷ് ഉള്ള ആളുകളൊക്കെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടായിരിക്കും. അപ്പോൾ നിമിഷ ബിജു പറയുന്ന സാധനമുണ്ട്, നിമിഷ ബിജുവിൻ്റെ കക്ഷൻ കാണാൻ, മൂത്രം കുടിക്കാൻ വരെ ഇവിടെ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥികളുണ്ട്, പിന്നെ ജെനുവിനായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ രേണുസുധിക്ക് എന്തായാലും ഇനി ജാഗ്രതയായിരിക്കും കേസ്. എന്തായാലും ആസ് എ കണ്ടൻറ് ക്രിയേറ്റർ രേണുസുധി എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷൻ ആണെന്നാണ് എനിക്ക് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇവിടെ സണ്ണി ലിയോണുമായിട്ട് രേണുസുധിനെ കമ്പയർ ചെയ്യുന്നതോ, പേർപ്പിൾ ഹാൽസിയനുമായിട്ട് അശ്വനി അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതോ ഇതൊന്നും അല്ല ഇവിടെ വിഷയം. അതൊക്കെ ആളുകൾ ഓരോരുത്തർ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എന്തായാലും രേണുസുധി എന്നുള്ളൊരു വ്യക്തിയെ ഞാൻ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇപ്പോഴും ഹാപ്പിയാണ് രേണുസുധി പോണ ഒരു പോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ രേണുസുധി എന്നുള്ള ഒരാൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ജോഷ് ടോക്സിലൊക്കെ നമ്മൾ സക്സസ് സ്റ്റോറീസൊക്കെ കുറേ ആളുകളുടെ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അവർ ജീവിതത്തിൽ കടന്നുപോയ വഴികളൊക്കെ. അപ്പോൾ രേണുസുധി ജോഷ് ടോക്സിൽ അവരൊരു വീഡിയോ കിടക്കുന്നുണ്ട്, അതൊരു ഏറ്റവും പോയി കിടക്കുന്ന സ്റ്റേജിലും അങ്ങനെയൊക്കെ പറഞ്ഞുള്ളൊരു സംഗതി. പക്ഷേ ഇപ്പോൾ അവർ ഒരു എൻ്റർപ്രണർ എന്നുള്ള ലെവലിലും കൂടിയും അവർ വളർന്നു വരുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് സാമ്രാജ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കെട്ടിപ്പടുത്ത, അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഡ്യൂസറായിട്ടോ, അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കില്ലേ, ആക്ട്രസ്, കണ്ടൻറ് ക്രിയേറ്റർ, ആക്ട്രസ്, അതേപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസർ, എൻ്റർപ്രണർ, ഈ ഒരു രീതിയിലൊക്കെ രേണുസുധി മാറിപ്പോകുന്നൊരു അവസ്ഥ എന്ന് ആലോചിച്ചില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട് ദുബായിൽ എന്തോ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ അവർക്കുണ്ട് എന്നൊക്കെ. എന്താ സംഗതിയില്ലേ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേസ്, വളരെ സന്തോഷം. രേണുസുധിനെ കുറ്റം പറയുന്ന ആളുകൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പോസിറ്റീവായിട്ട് പറയുന്ന ആളുകൾ ഇടയ്ക്ക് കുറ്റം പറയും, നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ ഇടയ്ക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും രേണുസുധി എന്ന് പറയുന്നത് ഒരു വൈറൽ കണ്ടൻറ്റാണ് കേസ്. ഐ എം സോ ഹാപ്പി. അതായത് രേണുസുധിയുടെ ലൈഫിൽ വലിയൊരു കരിയർ ഗ്രോത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ. രേണുസുധി ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കുന്നില്ല എന്നല്ല ഇവിടെ വിഷയം. രേണുസുധി ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേസ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിനൊക്കെ 15 കൊല്ലം മുമ്പ് ഞാൻ ട്രോൾ ചെയ്തില്ല, ആളുകൾ വലിയ രീതിയിൽ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് മൂപ്പരെയൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അതേപോലെ രേണുസുധീനെ കാര്യമായി അംഗീകരിക്കുന്ന ഒരു കാലം വരും കേസ്. ഇപ്പോഴും അംഗീകരിക്കാത്ത കുറേ ജന്തുക്കളുണ്ട്. അംഗീകരിക്കുന്ന ഒരു കാലം വരും കേസ്. അവരും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള എമ്പതിയുള്ള ഒരു വ്യക്തിയാണ് രേണുസുധി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവരുടെ വീഡിയോസിന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അവർ മൊത്തത്തിൽ ബോഡി ലാംഗ്വേജിൽ നിന്നും അവർ ഇടപഴകുന്ന ഒരു രീതി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ഒക്കെ കണ്ടിട്ട് അതൊന്നും എനിക്ക് തോന്നിയുള്ള കാര്യം എന്താ വെച്ചാൽ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, കിച്ചു രേണുസുധീനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴും സ്വന്തം മകൻ എന്ന രീതിയിൽ ചേർത്ത് നിർത്താനാണ് രേണുസുധി ശ്രമിച്ചത്. അതൊരു വലിയ ക്വാളിറ്റി ഇല്ല കേസ്.
വലിയ ക്വാളിറ്റി അല്ലേ, എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേസ്. രേണുസുതി ഇപ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയാനൊന്നും അല്ലെങ്കിൽ കാര്യമായിട്ട് നിൽക്കാണ്ട് അവനവൻ്റെ കാര്യം മാത്രം നോക്കി പോകണമെങ്കിൽ അടിപൊളിയാവുമെന്ന് തോന്നുന്ന കേസ്. അതാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ. വേറൊരാളെ കുറിച്ച് സംസാരിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവനവൻ്റെ കാര്യത്തെക്കുറിച്ച് ചെയ്യുക എന്നൊരു സാധനം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന മറ്റുള്ളവരെ കുറിച്ചുള്ള കണ്ടന്റ് ആണല്ലേ. ഞാൻ അതല്ല കേസ് ഉദ്ദേശിച്ച്. അയാൾ ഉദ്ദേശിച്ച് രേണുസുതി ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, അവരുടെ ബോഡി, അവരുടെ ലൈഫ്, ഇതാണ് അവരുടെ കണ്ടൻറ്റ്. അത് കാണാനും കേൾക്കാനും ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്, അവരെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ട് എന്നാണ് കേസ് കാര്യം. ഞാൻ രേണുസുതി തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് പരിഗണിക്കുക, വീഡിയോ പറ്റി അവിടെ ഹൈപ്പ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ 7000 സബ്സ്ക്രൈബേഴ്സ് കടന്നുപോയി. ഇവിടെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഇത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊതുവെ നെഗറ്റീവായ സാധനങ്ങളൊന്നും യൂട്യൂബ് വീഡിയോസിൽ അങ്ങനെ പറയില്ല ഗൈസ്. അപ്പോൾ നെഗറ്റീവായ സാധനങ്ങളാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനൊക്കെ താല്പര്യം. എന്താ ചെയ്യുക, അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്രയേ ഉള്ളൂ ഗൈസ്.